ഗുജറാത്ത് യാത്ര തുടരുന്നു. റാൻ ഓഫ് കച്ചും ധോളാവീരയുമാണ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചത്. അവിടം കണ്ടുകഴിഞ്ഞ് മടങ്ങി ഭുജിലെത്തി നേരെ ഗാന്ധിനഗറിലേക്ക് പോകുന്നു. ഭുജിൽ നിന്നുള്ള ട്രെയിനിൽ ഗാന്ധിധാം എത്തിയതോടെ വലിയ തുണിക്കെട്ടുകൾ കൊണ്ട് ബോഗികൾ നിറഞ്ഞു. മലയാളികളെപ്പോലെ ഓർഡർ ചെയ്ത് പാഴ്സലായി വരുത്തുകയല്ല മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർ ചെയ്യുക. ഇവിടുത്തെ പോലെ എത്ര കൂടിയാലും സ്റ്റിക്കറിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന വിലയ്ക്ക് അവിടുത്തെ നാട്ടുകാർ തുണികൾ വാങ്ങില്ല. അതുകൊണ്ട് കച്ചവടക്കാർക്ക് ലാഭം കിട്ടണമെങ്കിൽ അവർ തന്നെ അത് ചുമടായി കടകളിൽ എത്തിക്കേണ്ടി വരും. മിക്കവാറും കുടുംബം മുഴുവനുമായിട്ടാണ് കച്ചവടത്തിനുള്ള തുണികൾ വാങ്ങാനായി വരിക. റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ തുണിക്കെട്ടുകൾ നിറയും. കഷ്ടിച്ച് തല പുറത്തിട്ടിരിക്കാൻ പറ്റിയെന്നേ ഉള്ളൂ. ഒടുവിൽ ഗാന്ധിനഗറിനടുത്ത് ചാന്ദിലോദിയ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ പണ്ട് ജയന്റെ സിനിമ കാണാൻ നീണ്ട ഇടനാഴിക്കുള്ളിൽ മര്യാദയ്ക്ക് ക്യൂ നിൽക്കുന്നവന്റെ തോളിൽ ചവിട്ടി തലയ്ക്ക് മുകളിലൂടെ നടന്ന് ടിക്കറ്റ് എടുക്കുന്ന ഗുണ്ടകളെ പോലെ ആ കെട്ടുകൾക്കും ആൾക്കാർക്കും മുകളിലൂടെ ഒരുവിധം ഞാൻ പുറത്തേക്ക് ചാടി. അന്ന് രാത്രി ചാന്ദിലോദിയ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തങ്ങിയ ശേഷം രാവിലെ അഡാലജിനി വാവ് കാണാൻ പോയി. അത് ഗാന്ധിനഗറിന് സമീപത്തുള്ള ഒരു പടിക്കിണറാണ്. ഗാന്ധിനഗറിൽ വരുന്നവരെല്ലാവരും അവിടെയും സന്ദർശിക്കാറുണ്ട്. സബർമതിയിൽ നിന്ന് അഡാലജിലേക്ക് 18 കിലോമീറ്റർ ദൂരമുണ്ട്. ഹോട്ടലിൽ നിന്ന് ഹൈവേയിലേക്ക് നടന്ന് അവിടുന്ന് ഷെയർ ആട്ടോയിലാണ് അഡാലജിലെത്തിയത്. ദൂരം ഏറെ ഉണ്ടെങ്കിലും ഷെയർ ചെയ്തു പോകുന്നതിനാൽ 30 രൂപയെ എനിക്ക് ചെലവായുള്ളൂ. അഡാലജ് സ്റ്റെപ്പ് വെൽ അതിശയകരവും സങ്കീർണവുമായ കൊത്തുപണികളുള്ള ഒരു ഭൂഗർഭ അറയാണ്. 5 നിലകൾ ആഴത്തിൽ മനോഹരമായ വാസ്തുവിദ്യാ നിർമ്മിതിയാണിത്. പുരാണ രംഗങ്ങൾ, പൂക്കൾ, ജാമിതീയ പാറ്റേണുകൾ എന്നിവയുടെ വിശദമായ കൊത്തുപണികൾ കൂടാതെ അതുല്യമായ ജലസ്രോതസ്സായും ഇത് വർത്തിക്കുന്നു. മുമ്പ് ഒഫീഷ്യൽ ടൂറായി ഗുജറാത്തിൽ പോയപ്പോഴും ഞാൻ ഈ പടിക്കിണർ സന്ദർശിച്ചിരുന്നു. 5 നിലകളായിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി. കിണറിന് നേരെ മുകളിൽ ഒഴികെ ബാക്കിയിടങ്ങളിൽ കരിങ്കല്ല് കൊണ്ട് തന്നെ സൃഷ്ടിച്ച മേൽക്കൂരയുണ്ട്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ രാജ്ഞി റുദാബായി നിർമ്മിച്ചതാണ് ഇത്. ഇത്തവണ അവിടെ പോയപ്പോൾ കുസാറ്റിലെ കുറേ കുട്ടികളെ കൂടി കണ്ടു. അവർ സ്റ്റഡി ടൂർ വന്നതാണ്. വാവോം കി റാണി, അതായത് പടിക്കിണറുകളുടെ രാജ്ഞി, ശരിക്കും അത് റാണി കി വാവാണ്. ഗുജറാത്തിലെ പട്ടാൻ പട്ടണത്തിൽ സരസ്വതി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ 7 നിലകളുള്ള മറ്റൊരു പടിക്കിണറാണ് റാണി കി വാവ്. ഇന്ത്യയുടെ 100 രൂപയുടെ പുതിയ നോട്ടിൽ റാണി കി വാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അഡാലജിൽ നിന്ന് നേരെ പോയത് ഈ പടിക്കിണർ കാണാനായിരുന്നു. അഡാലജിൽ നിന്ന് 110 കിലോമീറ്റർ ദൂരമുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ സോളങ്കി രാജവംശത്തിലെ ഭീമൻ ഒന്നാമന്റെ സ്മരണയ്ക്കായി രാജ്ഞി ഉദയമതി നിർമ്മിച്ചതാണ് ഈ വിസ്മയ നിർമ്മിതി. 2014 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഭൂഗർഭ ക്ഷേത്ര മാതൃകയിലുള്ള ഈ സ്ഥലം സങ്കീർണമായ ശില്പവേലകളിൽ ശ്രദ്ധേയമാണ്. ഇത് വിപരീത ദിശയിൽ നിർമ്മിച്ച ഒരു കൊട്ടാരം പോലെയാണ്. 7 നിലകളിലായി ഭൂനിരപ്പിൽ നിന്ന് താഴേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മിതി. വെളിയിൽ നിന്ന് വരുമ്പോൾ വെറുമൊരു പുൽമൈതാനം മാത്രമേ കാണുകയുള്ളൂ. ഉള്ളിലേക്ക് എത്തിയാൽ അതിശയം കൊണ്ട് വാ വിളിക്കുന്ന അത്ഭുത സൃഷ്ടി കാണാം. 4 സരസ്വതി ദേവിയുടെ ശില്പം ഉൾപ്പെടെ 500-ലധികം പ്രധാന ശില്പങ്ങളും 1000-ലധികം ചെറിയ ശില്പങ്ങളും ഇവിടെ ഉണ്ട്. പ്രധാനമായും വിഷ്ണുവിന്റെ അവതാരങ്ങളായ വരാഹം, നരസിംഹം തുടങ്ങിയവയുടെ ശില്പങ്ങൾ കാണാം. വളരെ കാലം മണൽ മൂടിക്കിടന്ന ഈ നിർമ്മിതി 1940-കളിൽ കണ്ടെത്തുകയും പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മണ്ണുമാറ്റി മനോഹരമായി സംരക്ഷിക്കുകയും ചെയ്തു. അഹമ്മദാബാദിൽ നിന്ന് ഏകദേശം 128 കിലോമീറ്റർ അകലെയാണ് പട്ടാൻ പട്ടണം. സങ്കീർണമായ കൊത്തുപണികളും 64 കിലോമീറ്റർ ആഴവുമുള്ള ഈ പടിക്കിണർ ഗുജറാത്തിന്റെ അതുല്യമായ വാസ്തുവിദ്യാ ശൈലിയെ പ്രതിനിധീകരിക്കുന്നു. സൂര്യക്ഷേത്രം മുധേര. ഗുജറാത്തിലെ പുഷ്പാവതി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മുധേര സൂര്യക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ സൂര്യദേവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഇത് 1026-27 കാലഘട്ടത്തിൽ ചാലുക്യ രാജവംശത്തിലെ ഭീമൻ രാജാവ് നിർമ്മിച്ചതാണ്. മരു ഗുർജാര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണിത്. സൂര്യകുണ്ട് എന്ന കുളം, സഭാമണ്ഡപം എന്ന അസംബ്ലി ഹാൾ, ഗുഡമണ്ഡപ് എന്ന ശ്രീകോവിൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 108 ചെറിയ മിനിയേച്ചർ ആരാധനാലയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ചതുരാകൃതിയിലുള്ള പടികൾ നിറഞ്ഞ ഒരു കുളമാണ് സൂര്യകുണ്ട്. മതപരമായ ഒത്തുചേരലുകൾക്കും നൃത്തങ്ങൾക്കും ഉപയോഗിക്കുന്ന 52 തൂണുകളുള്ള മനോഹരമായ ഹാളാണ് സഭാമണ്ഡപം. വിഷുവ സമയത്ത് സൂര്യരശ്മികൾ നേരിട്ട് വിഗ്രഹത്തിൽ പതിക്കുന്ന തരത്തിലാണ് ഈ സമുച്ചയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദേവതകളുടെയും നർത്തകരുടെയും എല്ലാം സങ്കീർണമായ വിശദമായ കൊത്തുപണികൾക്ക് പേര് കേട്ടതാണ് ഈ ഹാൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകവുമാണിത്. ചരിത്രപരവും സൗന്ദര്യാത്മകവുമായ മൂല്യമുള്ള ഈ ക്ഷേത്രം ഇന്റർലോക്കിംഗ് സാങ്കേതികത ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മികച്ച എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്.
ഗാന്ധിനഗറിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള മൊഹസാന ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സൂര്യാരാധനാ പാരമ്പര്യങ്ങൾക്കും കലാവൈഭവത്തിനും ചരിത്രപരമായ പ്രാധാന്യത്തിനും ഈ ക്ഷേത്രം ലോകപ്രസിദ്ധമാണ്. ഗാന്ധിനഗറിൽ എത്തുന്ന എല്ലാവരും സന്ദർശിക്കുന്ന ഒരു പ്രധാന ഇടമാണ് സബർമതി ആശ്രമം. മഹാത്മാഗാന്ധിയുടെ ലളിത ജീവിതത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹം നൂൽനൂർത്ത ചർക്കയും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ വീണ്ടും ഓർമ്മയിലെത്താൻ അവിടെ സഹായിക്കും. യൂറോപ്പിലെ നദികളുടെ നിലവാരത്തിലാണ് സബർമതി നദിയെ ഇന്ന് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അത് അവിടെ സന്ദർശിക്കുന്നവർക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്നുണ്ട്. സബർമതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട്. 17 തവണ കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രം. ഗാന്ധിനഗറിൽ നിന്ന് സോമനാഥ ക്ഷേത്രം നിൽക്കുന്ന വീരവൽ എന്ന സ്ഥലത്തേക്കാണ് എൻ്റെ അടുത്ത യാത്ര. ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷൻ വളരെ വൃത്തിയുള്ളതും ആധുനിക സൗകര്യങ്ങളുള്ളതുമാണ്. വീരവൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് സമീപം സോമനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തീരപ്രദേശത്തു കൂടിയാണ്. തീരപ്രദേശം മുഴുവനും പഴയ ബോട്ടുകൾ പൊളിക്കുന്ന ഇടങ്ങളാണ്. അവിടെ ഉണക്ക മത്സ്യത്തിൻ്റെ ഗന്ധം മൂക്കിനുള്ളിലേക്ക് തുളച്ചു കയറും. ട്രെയിൻ യാത്രകൾ അധികവും രാത്രിയാക്കിക്കൊണ്ട് പകൽ സമയം കറങ്ങി നടക്കാവുന്ന രീതിയിലായിരുന്നു ഞാൻ യാത്രകൾ ബുക്ക് ചെയ്തത്. പല ദിവസങ്ങളിലും അതുകൊണ്ട് ഹോട്ടലിൽ തങ്ങുന്ന ചെലവ് ലാഭിക്കാനായി. ഹോട്ടലുകൾ 24 മണിക്കൂർ താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. സന്ധ്യയ്ക്ക് 6 മണിക്ക് ചെക്ക് ഇൻ ചെയ്താൽ അടുത്ത സന്ധ്യ വരെ തങ്ങാൻ തടസ്സമില്ല. എപ്പോൾ ചെക്ക് ഇൻ ചെയ്താലും ഉച്ചയ്ക്ക് മുമ്പ് ഒഴിഞ്ഞു വയ്ക്കണമെന്ന വാശിയില്ല. ശിവന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനമായത് സോമനാഥ ക്ഷേത്രമാണ്. വിവിധ അധിനിവേശക്കാർ 17 തവണ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത ഏക ക്ഷേത്രവും ഇതാണ്. ഏറ്റവും ശ്രദ്ധേയമായതും വിനാശകരവുമായ കൊള്ള AD 1026 ഗസ്നിയിലെ മുഹമ്മൂദ് നടത്തിയതാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെയും ഔറംഗസീബിൻ്റെയും കീഴിൽ വരെ കൊള്ളകളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ നടത്തിയിട്ടും വ്യത്യസ്ത ഭരണാധികാരികൾ ക്ഷേത്രം പലതവണ പുനർനിർമ്മിച്ചു. വീണ്ടും വീണ്ടും അവിടെ സ്വർണവും ധനവും ഉൾപ്പെടെ സ്വത്തുക്കൾ സംഭരിച്ചു വെച്ചു. ക്ഷേത്രത്തിൽ സ്വത്തുക്കൾ സംഭരിച്ചു വെച്ചാൽ ഇവിടുത്തെ ദൈവഭയമുള്ള ശത്രു രാജാക്കന്മാർ അത് കൊള്ളയടിക്കില്ല എന്ന വിശ്വാസം കൊണ്ടാണ് അന്നത്തെ രാജാക്കന്മാർ ക്ഷേത്രത്തിൽ സ്വത്തുക്കൾ സംഭരിച്ചു വെച്ചത്. എന്നാൽ ഈ ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്തവരോ മറ്റു ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരോ ആയ വേറെ ഭരണാധികാരികൾ ഉണ്ടാവുമല്ലോ. അവർക്ക് കൊള്ളയടിക്കാൻ മടിയുണ്ടാവുകയില്ല എന്ന് ഈ കാലത്തും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി ഫിലാഡൽഫിയയിൽ നിന്ന് പോലും വരുമെന്നാണല്ലോ. ചരിത്രത്തിലുടനീളം ക്ഷേത്രം പലതവണ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. AD 649, AD 815, 11-ാം നൂറ്റാണ്ടുകളിൽ ഒക്കെ ശ്രദ്ധേയമായ പുനർനിർമ്മാണം നടന്നു. അവസാനമായി പുനർനിർമ്മിക്കപ്പെട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരം മുൻ ഘടനയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത ശേഷം 1951 ക്ഷേത്രം പുനർനിർമ്മിച്ചു. പലതവണ തകർക്കപ്പെട്ടെങ്കിലും ആദ്യത്തെ ക്ഷേത്രത്തിന് 2000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സോമനാഥ ക്ഷേത്രത്തിൻ്റെ കടൽ തീരം വളരെ മനോഹരമാണ്. പക്ഷേ കടൽ മിക്കപ്പോഴും രൗദ്രാവസ്ഥയിലായതിനാൽ കുളിക്കുന്നതിനും മറ്റും തടസ്സമുണ്ട്. തീരം അധികവും കരിങ്കല്ലും ടെട്രാപോഡുകളും കൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ട്. കടൽ തീരത്തിനും സോമനാഥ ക്ഷേത്രത്തിനും ഇടയ്ക്ക് 2 കിലോമീറ്റർ നീളമുള്ള നടപ്പാതയും അതിൻ്റെ വശങ്ങളിൽ ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. സായാഹ്നത്തിൽ അവിടെ സഞ്ചരിക്കുന്നതും അസ്തമയ സൂര്യനെ കണ്ട് കാറ്റുകൊണ്ടിരിക്കുന്നതും വളരെ ആസ്വാദ്യകരമായ അനുഭവമാണ്. സൈക്കിളുകൾ വാടകയ്ക്ക് കിട്ടും. അതുപയോഗിച്ച് നിരവധി പേർ പ്രായഭേദമന്യേ അവിടെ സവാരി നടത്തുന്നുണ്ടായിരുന്നു. അവിടെ സന്ധ്യ കഴിയുമ്പോൾ അമ്പലത്തിൻ്റെ ഭംഗി വിവിധ നിറങ്ങളിൽ കാണാവുന്ന ഒരു ലൈറ്റ് ഷോ ഉണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ താമസിച്ച ഹോട്ടൽ റൂമിൽ ഇരുന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷികൾക്ക് താമസിക്കാനായി ബഹുനില മാളികകൾ പണിതു വച്ചിരിക്കുന്ന എൻ്റെ യാത്രയിൽ ഗുജറാത്തിലുടനീളം കണ്ട ഒരു സംഭവമാണ്. ചെറുതും വലുതുമായി സംസ്ഥാനത്തുടനീളം അവയുടെ എണ്ണം കൂടുതൽ ഉള്ളിടത്തൊക്കെയും ഇത്തരത്തിലുള്ള പക്ഷികളുടെ ഫ്ലാറ്റ് കാണാം. പക്ഷികളോടുള്ള ഈ കരുതൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തമായി ഫ്ലാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പ്രാവുകളും മറ്റും ബസ് സ്റ്റാൻഡിലെയും മറ്റും മേൽക്കൂരയിൽ വന്നിരുന്ന് കാഷ്ടിച്ചു വയ്ക്കുന്ന പതിവ് അവിടെ കുറവാണ് എന്നൊരു ഗുണം കൂടിയുണ്ട്. അല്ലെങ്കിലും പക്ഷികൾ അവയുടെ കൂട് വൃത്തിയാക്കി വയ്ക്കും എന്നാണല്ലോ. ഗുജറാത്ത് യാത്ര അവസാനിക്കുന്നില്ല, അത് തുടരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. നന്ദി.